എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറിയാകും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം. ഈ മാസം ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് 50ാമത് ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുന്നുണ്ട്. അനു, IAS തലപ്പത്തെ പോര് വിവാദമായതാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആ ഘട്ടത്തിലാണിപ്പോൾ ജയതിലകിനെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. എന്തൊക്കെ വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്? 50ാമത് ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ എ ജയതിലകിനെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം. ഈ മാസം 30-നാണ് നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുന്നത്. ഈ ഒഴിവിലാണ് 50ാമത് ചീഫ് സെക്രട്ടറിയായി 1991 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ഇപ്പോൾ നിലവിൽ ധനവകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ എ ജയതിലക് വരുന്നത്. അദ്ദേഹത്തിന് തന്നെയായിരുന്നു നേരത്തെയും സാധ്യത കൽപ്പിച്ചിരുന്നത്. കേരള കേഡറിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ള ഉദ്യോഗസ്ഥർ മനോജ് ജോഷിയാണ്. 1989 ബാച്ചിലെ മനോജ് ജോഷി. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2 തവണ, അതായത് ശാരദാ മുരളീധരനും അതിന് തൊട്ടു മുമ്പ് വേണുവും ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോഴും അവർക്ക് ഈ 3 പേരെക്കാൾ കൂടുതൽ സീനിയോറിറ്റി ഉണ്ടായിരുന്നത് മനോജ് ജോഷിക്കാണ്. പക്ഷേ അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ നിന്ന് മടങ്ങി വരാൻ താല്പര്യം കാണിച്ചത്. അതുകൊണ്ടാണ് വേണു, അത് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായ ശാരദാ മുരളീധരൻ, അതിനുശേഷം ഇപ്പോൾ എ ജയതിലക്, ഇങ്ങനെ 3 പേരും ചീഫ് സെക്രട്ടറി ആകുന്നത്. ഈ അടുത്ത 2026 ജൂൺ വരെയാണ് ജയതിലകിന് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയായി ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറി ആകും. വിവാദങ്ങൾ കൊഴുക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു കാര്യം പുറത്തുവരുന്നത്.